ഹായ്, സാധാ ഡ്രൈവിംഗ് ലൈസൻസ് നമുക്ക് സ്മാർട്ട് കാർഡ് രൂപത്തിലേക്ക് മാറ്റുന്നത് എങ്ങനെയെന്നുള്ളത് വിശദമായിട്ട് തന്നെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നുണ്ട്. അതും മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് ഇതിനു വേണ്ടി അപ്ലൈ ചെയ്തെടുക്കാം എന്നുള്ളത് സ്ക്രീൻ റെക്കോർഡ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വിശദമായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ പറഞ്ഞു തരുന്നുണ്ട്. പലരും ഇതിൻ്റെ വീഡിയോസ് പല രീതിയിൽ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ കൃത്യമായിട്ട് എങ്ങനെയാണ് ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് വിശദമായിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് എത്തിച്ചു തരുന്നത്. അപ്പോൾ എല്ലാവരും തന്നെ ഇതുപോലുള്ള പേപ്പർ ലൈസൻസ് എല്ലാം മാറ്റിയിട്ട് സ്മാർട്ട് കാർഡ് രൂപത്തിലേക്ക് മാറ്റി വെക്കാൻ ഈ ഒരു വീഡിയോ മാത്രം കണ്ടാൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രദ്ധിക്കുക. സ്മാർട്ട് കാർഡ് രൂപത്തിലേക്കുള്ള ലൈസൻസ് എങ്ങനെ നമുക്ക് മൊബൈലിലൂടെ അപ്ലൈ ചെയ്യാം എന്നുള്ളത് വിശദമായിട്ട് തന്നെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നുണ്ട്. വീഡിയോ ഉപകാരപ്പെട്ടാൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്ത് മറ്റുള്ളവർക്കും കൂടി എത്തുന്നതിന് വേണ്ടി ഷെയർ ചെയ്ത് കൊടുത്തുകൊണ്ട് കാണാൻ ശ്രദ്ധിക്കുക. അതുപോലെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. ഈ വീഡിയോ ഉപകാരപ്പെടുമെന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ആദ്യം തന്നെ ഒരു ലൈക്ക് ചെയ്തുകൊണ്ട് കാണാൻ ശ്രദ്ധിക്കുക. നമുക്ക് കാണാം പുതിയ ഡ്രൈവിംഗ് ലൈസൻസ്, സ്മാർട്ട് കാർഡ് ലൈസൻസ് മൊബൈലിലൂടെ എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളത്. നേരെ പോകാം വീഡിയോയിലേക്ക്. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ഡ്രൈവിംഗ് ലൈസൻസ് സ്മാർട്ട് കാർഡ് രൂപത്തിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ട് മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസിൻ്റെ സൈറ്റായ mParivahan.gov.in എന്നുള്ള സൈറ്റിലേക്ക് നമ്മൾ പ്രവേശിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഇതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതിൽ നിന്ന് നിങ്ങൾക്ക് നേരിട്ട് ഈ സൈറ്റിലേക്ക് എത്താൻ സാധിക്കും. ഈ ഒരു സൈറ്റിൽ നമ്മൾ സ്ക്രോൾ ചെയ്ത് താഴത്തേക്ക് പോകുമ്പോൾ ലൈസൻസ് റിലേറ്റഡ് കുറച്ച് കാര്യങ്ങളിലൊക്കെ നമുക്ക് ഇതിൽ നിന്ന് ചെയ്യാൻ പറ്റും. അതുപോലെ ഡ്രൈവിംഗ് സ്കൂളിനെ സംബന്ധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഇതിൽ ചെയ്യാൻ പറ്റും. ഡ്രൈവിംഗ് ടെസ്റ്റിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു സൈറ്റിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. എന്നാൽ നമ്മളിപ്പോൾ ആവശ്യമുള്ളത് ഇവിടെ കാണുന്ന ഈ ഹോം ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഹോം ബട്ടണിൽ കുറച്ച് സ്ക്രോൾ ചെയ്ത് താഴത്തേക്ക് പോവുകയാണെങ്കിൽ ഇവിടെയും നമുക്ക് ആവശ്യമുള്ള ഒരുപാട് സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വെഹിക്കിൾ റിലേറ്റഡ് സർവീസ്, ഡ്രൈവിംഗ് ലൈസൻസ് റിലേറ്റഡ് സർവീസ് എന്നുള്ളതൊക്കെ കാണാൻ സാധിക്കും. അതിലെ ഡ്രൈവിംഗ് ലൈസൻസ് റിലേറ്റഡ് സർവീസ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലൊരു ഇൻ്റർഫേസിലേക്കായിരിക്കും നമ്മൾ എത്തിച്ചേരുന്നുണ്ടായിരിക്കുക. ഈ ഒരു പേജിൽ കുറച്ച് സ്ക്രോൾ ചെയ്ത് താഴത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ സെലക്ട് സ്റ്റേറ്റ് നെയിം എന്നുള്ളൊരു ഓപ്ഷൻ കാണുന്നുണ്ടായിരിക്കും. അവിടെ നിന്നും നമ്മളുടെ കേരളം എന്നുള്ളതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ കേരളം സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റൊരു ഇൻ്റർഫേസ് ഓപ്പൺ ആയിട്ട് വരും. അതുപോലെ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരുന്നുണ്ട്. ഈ ഒരു വിൻഡോയിൽ നമുക്ക് ഫേസ്ലെസ് സർവീസ്, അതായത് നമുക്ക് പോയി ചെയ്യാതെ നമുക്ക് മൊബൈലിലൂടെ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സർവീസുകൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ നിന്നും നമുക്ക് ഇവിടെ ആവശ്യമുള്ളത് റീപ്ലേസ്മെൻറ്റ് ഓഫ് DL എന്നുള്ള ഓപ്ഷനാണ്. DL എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ റിന്യൂവലിനും അതുപോലെ ഡ്യൂപ്ലിക്കേറ്റ് ഇഷ്യൂ ചെയ്യുന്നതിനും അതുപോലെ നമ്മുടെ പേര് ചേഞ്ച് ചെയ്യുന്ന, അഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നതിനും ഒക്കെ തന്നെ ഇവിടെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്നും നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് റീപ്ലേസ് ചെയ്തുകൊണ്ട് പുതിയ സ്മാർട്ട് കാർഡ് ലഭിക്കുന്നതിന് വേണ്ടി റീപ്ലേസ്മെൻറ്റ് ഓഫ് DL എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുത്താൽ ഇതുപോലൊരു പേജിലേക്ക് എത്തുന്നതായിരിക്കും. ഇവിടെ സ്റ്റാർ ഇട്ട് കൊടുത്തിരിക്കുന്നതെല്ലാം മാൻഡേറ്ററി ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം നിങ്ങൾ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ നമ്പർ കൃത്യമായിട്ട് അടിച്ചു കൊടുക്കുക. അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് അടിച്ചു കൊടുക്കണം, ക്യാപ്ച കോഡ് അടിച്ചു കൊടുക്കണം. ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ നമ്പർ അടിച്ചു കൊടുക്കുന്ന രീതിയാണ് ഇവിടെ താഴത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു നോട്ട് എന്ന് പറഞ്ഞിട്ട് KL എന്ന് തുടങ്ങുന്ന നമ്പറാണ്. പഴയ നമ്പറാണെങ്കിൽ KL സ്പേസ് ഒന്നും ഇടാതെയും ഒരുപാട് തരത്തിൽ നമുക്ക് അടിച്ചു കൊടുക്കാൻ സാധിക്കും. വേണമെങ്കിൽ ഒരു ഹാഷ് ഇട്ട് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് നമ്പർ അടിച്ചു കൊടുക്കാൻ സാധിക്കും, അല്ലെങ്കിൽ തുടരെ ഓരോ നമ്പർ അടക്കം അടിച്ചു കൊടുക്കാൻ സാധിക്കും. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും ആ നമ്പർ അടിച്ചു കൊടുക്കാൻ സാധിക്കും. DL നമ്പറിൻ്റെ സ്ഥാനത്ത് കൃത്യമായിട്ട് നിങ്ങളുടെ ലൈസൻസ് നമ്പർ അടിച്ചു കൊടുക്കുക. പുതിയതാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് KL ഒന്നും കാണുന്നുണ്ടായിരിക്കില്ല, നമ്പർ മാത്രമായിരിക്കും. അത് കൃത്യമായി അടിച്ചു കൊടുക്കുക. അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്ത് അടിച്ചു കൊടുക്കാനുള്ള ഓപ്ഷനാണ് വരുന്നത്. ഡേറ്റ് ഓഫ് ബർത്ത് കൃത്യമായിട്ട് അടിച്ചു കൊടുക്കണം. ഡേറ്റ് ഓഫ് ബർത്ത് അടിച്ചു കൊടുക്കേണ്ട രീതി എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലാണ്. നമ്മൾ സാധാരണ ഡേറ്റ് കഴിഞ്ഞിട്ട് സ്ലാഷാണ് ഇടാറ്, പക്ഷേ സ്ലാഷ് അല്ല, ഹൈഫണാണ് വേണ്ടത്. ഡേറ്റ് ഹൈഫൺ മന്ത് ഹൈഫൺ ഇയർ, ഈ ഒരു രീതിയിലാണ് അടിച്ചു കൊടുക്കേണ്ടത്. അങ്ങനെ ഡേറ്റ് ഓഫ് ബർത്ത് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ക്യാപ്ച കോഡ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എൻ്റെ കഴിഞ്ഞൊരു വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ക്യാപ്ച കോഡ് എന്നുള്ളത്. പലർക്കും അറിയുന്നുണ്ടായിരിക്കില്ല. കുറച്ച് വയസ്സായവരൊക്കെ ആണെങ്കിൽ ഈ കാണുന്ന ഈ കോളത്തിൽ കൊടുത്തിരിക്കുന്നതാണ് ക്യാപ്ച. അത് അതുപോലെ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അതിനുശേഷം താഴെ കാണുന്ന ഗെറ്റ് DL ഡീറ്റെയിൽസ് എന്നുള്ളൊരു ബട്ടൺ ഉണ്ട്. ആ ഗെറ്റ് DL ഡീറ്റെയിൽസ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അടിച്ചു കൊടുത്ത ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ അവിടെ കാണുന്നുണ്ടായിരിക്കും, ഡേറ്റ് ഓഫ് ബർത്ത് കാണുന്നുണ്ടായിരിക്കും. നമ്മൾ അടിച്ചു കൊടുത്തിരിക്കുന്ന 2 ഡീറ്റെയിൽസും കൃത്യമാണെങ്കിൽ നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസിലെ മുഴുവൻ വിവരങ്ങളും നിങ്ങൾക്ക് മുന്നിൽ തുറന്നു വരുന്നുണ്ടായിരിക്കും. ഇത് മുഴുവനായിട്ടൊന്ന് വായിച്ചു നോക്കുക. ഇത് കൃത്യമാണെങ്കിൽ മാത്രം താഴത്തേക്ക് സ്ക്രോൾ ചെയ്ത് പോയതിന് ശേഷം കൺഫേം ദാറ്റ് ദ ഡ്രൈവിംഗ് ലൈസൻസ് ഡീറ്റെയിൽസ് ആർ മൈൻ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് നിങ്ങളുടെ
ഡ്രൈവിംഗ് ലൈസൻസിലെ ഡീറ്റെയിൽസ് തന്നെയാണ് വന്നിരിക്കുന്നത് എന്ന് ഉറപ്പാണെങ്കിൽ യെസ് എന്നുള്ളതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അടുത്തതായിട്ട് ഡ്രൈവിംഗ് ലൈസൻസ് ഹോൾഡറുടെ കാറ്റഗറിയാണ് ചോദിക്കുന്നത്. ജനറൽ ആണെങ്കിൽ നിങ്ങൾ ജനറൽ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതല്ലെങ്കിൽ മറ്റേതെങ്കിലും വിഭാഗത്തിൽ പെടുന്നതാണെങ്കിൽ അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴത്തേക്ക് സ്ക്രോൾ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ RTO നിൽക്കുന്ന സ്ഥലത്തെ പിൻകോഡ് അറിയോ എന്ന് ചോദിക്കുന്നുണ്ട്. പിൻകോഡ് അറിയാമെങ്കിൽ മാത്രം അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇതൊരു മാൻഡേറ്ററി അല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ടൈപ്പ് ചെയ്യണം എന്നില്ല. ഇവിടെ പലർക്കും തെറ്റാനുള്ള ഒരു ചാൻസ് ഉണ്ട്. നിങ്ങളുടെ പിൻകോഡ് അവിടെ അടിച്ചു കൊടുക്കാൻ സാധ്യതയുണ്ട്. അവിടെ നിങ്ങളുടെ പിൻകോഡല്ല ചോദിച്ചിരിക്കുന്നത്, RTO നിൽക്കുന്ന പിൻകോഡാണ്. RTO നിൽക്കുന്ന പിൻകോഡ് അറിയില്ലെങ്കിൽ ടൈപ്പ് ചെയ്യണം എന്നില്ല. അതിന് തൊട്ട് താഴെ നിങ്ങളുടെ സ്റ്റേറ്റ് സെലക്ട് ആയിട്ട് കിടക്കുന്നുണ്ടായിരിക്കും. അതിന് താഴെയായിട്ട് നിങ്ങളുടെ RTO ഓഫീസ് സെലക്ട് ചെയ്ത് കൊടുക്കണം. നിങ്ങൾ പിൻകോഡ് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ ഓൾറെഡി അത് സെലക്ട് ആയിട്ട് വരും. അതല്ലെങ്കിൽ ഈ ലിസ്റ്റിൽ നിന്നും നിങ്ങളുടെ RTO ഓഫീസ് സെലക്ട് ചെയ്ത് കൊടുക്കുക. RTO ഓഫീസ് സെലക്ട് ചെയ്തതിന് ശേഷം താഴെ കാണുന്ന പ്രൊസീഡ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് പ്രൊസീഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും. അതിൻ്റെ മുന്നിലായിട്ട് ഒരു പോപ്പപ്പ് മെസ്സേജ് വരുന്നുണ്ടായിരിക്കും. ഡാറ്റ റിസീവ്ഡ് ഫ്രം NR ഡാറ്റാബേസ് എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് ഉണ്ടായിരിക്കും. അതൊന്ന് ഓക്കെ കൊടുക്കുക. അത് ഓക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ചിപ്പ് ഡീറ്റെയിൽസ് മുഴുവനായിട്ട് വരും. അതായത് നിങ്ങളുടെ സ്മാർട്ട് കാർഡിൽ വരുന്ന ചിപ്പിൽ വന്നിരിക്കുന്ന ഡീറ്റെയിൽസ് മുഴുവനായിട്ടും തന്നെ അവിടെ കാണുന്നുണ്ടായിരിക്കും. ആ വന്നിരിക്കുന്ന കാര്യങ്ങളെല്ലാം ശരിയാണോ എന്ന് കൃത്യമായിട്ടൊന്ന് വായിച്ചു നോക്കുക. നിങ്ങളുടെ ബ്ലഡ് ഗ്രൂപ്പൊക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കും, അതെല്ലാം ശരിയാണോ നോക്കുക. അഡ്രസ്സ് ശരിയാണോ നോക്കുക. എൻ്റെ അഡ്രസ്സിൽ ചെറിയൊരു ചേഞ്ച് വരുത്താനുണ്ട്. അപ്പോൾ അഡ്രസ്സ് ചേഞ്ച് വരുത്താനും നമുക്ക് ഇവിടെ നിന്ന് തന്നെ ചെയ്യാൻ സാധിക്കും. അതിന് മുന്നോടിയായിട്ട് നമുക്ക് മാൻഡേറ്ററി ആയിട്ട് വന്നിരിക്കുന്ന മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കേണ്ടതുണ്ട്. അതുപോലെ ഇമെയിൽ ID നിങ്ങൾക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇമെയിൽ IDയും അവിടെ നിന്ന് തന്നെ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. മൊബൈൽ നമ്പർ നിർബന്ധമായിട്ടും അടിച്ചു കൊടുക്കേണ്ടതാണ്. എന്നാൽ ഇമെയിൽ ID നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം അടിച്ചു കൊടുത്താൽ മതി. അതിനുശേഷം നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസിൽ ഫാദറിൻ്റെ പേരോ മദറിൻ്റെ പേരോ ആരുടെയെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരുമായിട്ടുള്ള റിലേഷൻ ചോദിക്കുന്നുണ്ടായിരിക്കും. അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ക്വാളിഫിക്കേഷൻ ചോദിക്കുന്നുണ്ട്. ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഈ ലിസ്റ്റിൽ കാണുന്നുണ്ടെങ്കിൽ ആ ലിസ്റ്റിൽ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ 10ാം ക്ലാസ് സെലക്ട് ചെയ്ത് കൊടുത്താലും മതി. അടുത്തതായിട്ട് ചോദിക്കുന്നത് എംപ്ലോയർ കാറ്റഗറിയാണ് ചോദിക്കുന്നത്. അവിടെ എന്തെങ്കിലും സ്പെസിഫൈ ചെയ്ത് കൊടുക്കാനുണ്ടെങ്കിൽ അത് കൊടുക്കുക. അല്ലെങ്കിൽ NA എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിന് താഴെയായിട്ട് ചോദിക്കുന്നത് നമ്മളുടെ പെർമനൻറ്റ് അഡ്രസ്സാണ്. അഡ്രസ്സ് എല്ലാം കൃത്യമായിട്ട് അവിടെ വന്നിട്ടുണ്ടായിരിക്കും. എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ അതിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അതിന് താഴെയായിട്ട് പ്രസൻറ്റ് അഡ്രസ്സും ചോദിക്കുന്നുണ്ട്. പ്രസൻറ്റ് അഡ്രസ്സ് സെയിം ആണെങ്കിൽ സെയിം ആസ് എബോ എന്നുള്ളത് നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കും. ഞാനിവിടെ ഇതിൻ്റെ ഉള്ളിൽ കൊടുക്കാത്ത താലൂക്കും വില്ലേജും ഒക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ വെച്ച് കറക്റ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ അതെല്ലാം കൃത്യമായിട്ട് തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുക. നിങ്ങൾക്ക് അഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നതിനും നെയിം ചേഞ്ച് ചെയ്യുന്നതിനൊക്കെ പ്രത്യേകം ഫീസ് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി വയ്ക്കുക. ഏകദേശം 250 രൂപയാണ് സാധാ ലൈസൻസിൽ നിന്നും സ്മാർട്ട് കാർഡിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഫീ ആയിട്ട് വരുന്നത്. അങ്ങനെ നിങ്ങളുടെ 2 അഡ്രസ്സും ക്ലിയർ ആണ് എന്നുള്ളത് ഉറപ്പുവരുത്തിയതിന് ശേഷം താഴെ കാണുന്ന കൺഫേം ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മറ്റൊരു ഇൻ്റർഫേസ് ഓപ്പൺ ആയിട്ട് വരുന്നുണ്ടായിരിക്കും. ആപ്ലിക്കേഷൻ ഫോർ സർവീസ് ഓൺ ഡ്രൈവിംഗ് ലൈസൻസ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഏറ്റവും മുകളിലായിട്ട് ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ, നെയിം, അതുപോലെ RTO ഇതെല്ലാം കൃത്യമാണോ എന്ന് ഒന്നുകൂടി പരിശോധിച്ച് നോക്കുക. അതിനുശേഷം എന്തൊക്കെയാണ് സർവീസാണ് നമുക്ക് ഇതിൽ ചെയ്യേണ്ടത് എന്നുള്ളത് ഒരു ലിസ്റ്റായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലെ ഓരോ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുത്തതുകൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. റീപ്ലേസ്മെൻറ്റ് ഓഫ് DL ആണ് നമുക്ക് ഇവിടെ ആവശ്യം. ഇതല്ലാതെ നിങ്ങൾക്ക് നെയിം ചേഞ്ച് ചെയ്യുന്നതിനോ അഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നതിനൊക്കെ ഇവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ഡ്യൂപ്ലിക്കേറ്റ് ഇഷ്യൂ ചെയ്യുന്നതിനും ഇവിടെ നിന്ന് ഈ ചെക്ക് ബോക്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തുകൊണ്ട്. എന്നാൽ ഇതിന് സെപ്പറേറ്റ് ആയിട്ട് ഓരോ കാര്യത്തിനും ഓരോ സർവീസ് ചാർജ് കൊടുക്കേണ്ടി വരും. എനിക്കിവിടെ അഡ്രസ് ചേഞ്ച് കൂടി കൊടുക്കാനുണ്ട്. എന്നാൽ നിങ്ങളിവിടെ ചെയ്യേണ്ടത് റീപ്ലേസ്മെൻറ്റ് ഓഫ് DL എന്നുള്ളത് മാത്രം കൊടുത്തുകൊണ്ട് പ്രൊസീഡ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ തുറന്നു വരുന്ന വിൻഡോയിൽ നിങ്ങളുടെ സർവീസ് എന്താണെന്നുള്ളത് അവിടെ കാണിച്ചിട്ടുണ്ടായിരിക്കും. റീപ്ലേസ്മെൻറ്റ് ഓഫ് DL എന്നുള്ളത് കാണുന്നുണ്ടായിരിക്കും. അതാണ് നമ്മൾ കൊടുത്തിട്ടുള്ള സർവീസ്. ഇവിടെ നിങ്ങൾക്ക് ഏത് സർവീസ് വേണമെങ്കിലും സെലക്ട് ചെയ്യാവുന്നതായിരുന്നു. എന്നാൽ ഇനി ചെയ്യേണ്ടത് സെൽഫ് ഡിക്ലറേഷനാണ്. 2 സെൽഫ് ഡിക്ലറേഷനാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ഫോം 1 എന്ന് പറഞ്ഞിട്ടുള്ള ഒന്നുണ്ട്. ആ ഫോം 1 ഒന്ന് ഓപ്പൺ ആക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ 5 ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതിന് കൃത്യമായിട്ടുള്ള ആൻസർ നിങ്ങൾ വായിച്ച് നോക്കിയതിന് ശേഷം മാത്രം കൊടുക്കുക. ഞാൻ ഇത് ഏകദേശം കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അത് സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുത്തതിന് ശേഷം താഴെ കാണുന്ന ഡിക്ലറേഷൻ ഒന്ന് ചെക്ക് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ഇവിടെ ചോദിക്കുന്നതൊക്കെ കൃത്യമായിട്ട് തന്നെ
നിങ്ങൾ വായിച്ച് നോക്കേണ്ടതാണ്. ഇതിൽ ലാസ്റ്റത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് എന്തെങ്കിലും കാരണവശാൽ ആക്സിഡൻറ്റ് ഡെത്ത് വരികയാണെങ്കിൽ ഓർഗൻ ഡൊണേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്നുള്ള ചോദ്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്. അതിനൊക്കെ കൃത്യമായിട്ടുള്ള ആൻസർ നിങ്ങൾ കൊടുക്കുക. എന്നിട്ട് താഴെ കാണുന്ന ക്യാപ്ച കോഡ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്ത് സബ്മിറ്റിൽ നിന്നുള്ള ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇത് സബ്മിറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തതായിട്ട് വരുന്ന പേജിൽ നിങ്ങൾക്ക് പ്രൂഫ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാനുള്ള ഒരു പേജായിരിക്കും വരുന്നുണ്ടായിരിക്കുക. അവിടെ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ 2 സൈഡും ഫോട്ടോ എടുത്തിട്ട് നിങ്ങളുടെ ഫോണിൽ സൂക്ഷിച്ചിട്ടുണ്ടായിരിക്കുന്നു. സ്കാൻ ചെയ്ത കോപ്പി എന്നാണ് പറയുന്നതെങ്കിലും കൃത്യമായിട്ട് നല്ല രീതിയിൽ ഫോട്ടോ എടുത്ത് വെച്ചതാണെങ്കിൽ അത് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് വല്ല അഡ്രസ് ചേഞ്ചോ എന്തെങ്കിലും കാരണവശാൽ ഉണ്ടെങ്കിൽ അതിനുള്ള പ്രൂഫ് കൂടി അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. എനിക്കിവിടെ അതും കൂടി ഉള്ളത് കൊണ്ട് അത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നില്ല. ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുത്തതിൻ്റെ അവസാന സെക്ഷനാണ് നിങ്ങൾക്ക് ഇതിൻ്റെ പേയ്മെൻറ്റ് എന്നുള്ള സെക്ഷൻ. ആ പേയ്മെൻറ്റ് സെക്ഷനിൽ പോയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഡ് ഉപയോഗിച്ചോ നെറ്റ് ബാങ്കിങ് ഉപയോഗിച്ചുകൊണ്ടോ നിങ്ങൾക്ക് ഇത് പേയ്മെൻറ്റ് നടത്താവുന്നതാണ്. പേയ്മെൻറ്റ് നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടയ്ക്ക് കയറിയിട്ട് ഇതേ സൈറ്റിൽ തന്നെ നിങ്ങൾക്ക് സ്റ്റാറ്റസ് പരിശോധിക്കാൻ സാധിക്കും. കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ സ്മാർട്ട് ലൈസൻസ് കാർഡ് നിങ്ങളുടെ വീട്ടിലേക്ക്, അതായത് നിങ്ങൾ കൊടുത്തിട്ടുള്ള അഡ്രസ്സിലേക്ക്, ഡ്രൈവിംഗ് ലൈസൻസിലുള്ള അഡ്രസ്സിലേക്ക് തന്നെ അയച്ചു തരുന്നതായിരിക്കും. ഇതിൻ്റെ സ്റ്റാറ്റസ് ഇടയ്ക്ക് കയറി പരിശോധിക്കാവുന്നതാണ്. ഇന്നത്തെ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഉപകാരപ്പെട്ടാൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്ത് കൊടുത്തുകൊണ്ട് കാണാൻ ശ്രദ്ധിക്കുക. അതുപോലെ ഒരുപാട് പേര് ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തുകൊണ്ട് കാണാനോട് ശ്രദ്ധിക്കുക. അപ്പോൾ വീഡിയോ ഉപകാരപ്പെട്ടാൽ തീർച്ചയായും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.